പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഉണർന്നുകൊള്ളുക, സർദീസഭയോട് പറയുകയാണ്, ഉണർന്നുകൊള്ളുക. കാരണം ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെപ്പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് അറിയായ്ക കൊണ്ട് ഉണർന്നിരിക്കണമെന്നുള്ള ഒരു സന്ദേശമാണ് നൽകുന്നത്. കാരണം അവർ ജീവനുണ്ട് എന്ന പേരുണ്ടെങ്കിലും മരിച്ചവനാകുന്നു എന്ന് മുകളിലുള്ള ഭാഗങ്ങൾ കാണുന്നുണ്ട്. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ എന്നതാണ്. അപ്പോൾ ഇവിടെയും പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുകയാണ്, നിങ്ങൾ ഉണർന്നിരിക്കണം, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരായിരിക്കണമെന്ന്, ശക്തിപ്പെടണമെന്നൊക്കെ കർത്താവ് കൊരിന്ത്യ സഭയോട് പറയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മത്തായി സുവിശേഷം 24-ാം അധ്യായം 42-43 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് പറയുന്നത്, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിക്കണം. ഒരു കള്ളൻ വരുന്ന സമയം എപ്പോഴാണെന്ന് വീട്ടുകാർക്ക് അറിയാമായിരുന്നു എങ്കിൽ അവൻ ഉണർന്നിരിക്കും. അതൊരു സത്യം തന്നെയാണ്. അപ്പോൾ നാം നല്ല ഉറക്കത്തിൽ കിടക്കുന്ന സമയത്താണ് കള്ളൻ വരികയും വീട്ടിൽ കയറി മോഷണം നടത്തുകയും ചെയ്യുന്നത്. വീട് മാത്രമല്ല, പല പല ജുവലറികളായിട്ട്, പിന്നെ ATM, അങ്ങനെയുള്ള പല കവർച്ചകൾ നടക്കുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് ഇവിടെ കർത്താവ് തന്നെ പറഞ്ഞത്, യേശു കർത്താവ് വരുന്ന സമയം നിങ്ങൾ അറിയായതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കണമെന്ന് പറയുന്നത്. ഇനി മത്തായി സുവിശേഷത്തിലും യേശു കർത്താവ് 25-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ, ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. അപ്പോൾ നാളും നാഴികയും അറിയായതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ മരണം ഏത് നിമിഷത്തിൽ സംഭവിക്കുമെന്ന് നമുക്ക് അറിയുവാൻ സാധിക്കുന്നില്ല. ഇപ്രകാരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് എപ്പോഴാണ് എന്ന് നമുക്കാർക്കും പറയുവാൻ കഴിയത്തില്ല പ്രിയമുള്ളവരെ. അത് പിതാവായ ദൈവത്തിന് മാത്രമേ അറിയുവാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, നാളും നാഴികയും നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. ഇനി നാം മാർക്കോസിൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം അതിന് 35-36 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായതുകൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പിൻ. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു. ഹല്ലേലൂയ. ഇവിടെ മാർക്കോസ് പറയുന്നത്, യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായതുകൊണ്ട്. സ്തോത്രം. ഇവിടെ യഹൂദന്മാരുടെ ഇടയിലുള്ള 4 യാമങ്ങളെയാണ് മാർക്കോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാവിലത്തെ യാമം, സന്ധ്യായാമം, അർദ്ധരാത്രി, കോഴി കൂകുന്ന സമയം. അപ്പോൾ അവിടെ യാമം തുടങ്ങുന്നത് വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെ ഒന്നാമത്തെ യാമം,
9 മണി മുതൽ 12 മണി വരെയുള്ള അടുത്ത ഒരു യാമം, 12 മണി മുതൽ 3 മണി വരെയുള്ള മറ്റൊരു യാമം, അവസാനത്തെ യാമം പ്രഭാതയാമം എന്ന് പറയുന്നത് വെളുപ്പിന് 3 മണി മുതൽ 6 മണി വരെയുള്ള ഈ യാമം. അതാണ് മാർക്കോസ് ഇവിടെ എടുത്ത് ഊന്നി പറയുന്നത്. സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായക കൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കണമെന്ന് ഉണർന്നിരിപ്പിൻ, ഞാൻ നിങ്ങളോട് മാത്രമല്ല എല്ലാവരോടും പറയുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഉണർന്നിരിപ്പിനെന്ന്. ഹല്ലേലൂയ. ലൂക്കോസ് 21-36 വാക്യത്തിൽ, ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഹല്ലേലൂയ ഒഴിഞ്ഞു പോകുവാൻ, സ്തോത്രം, ആ മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. ഹല്ലേലൂയ. അതാണ് ഇവിടെ. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാൻ, മനുഷ്യപുത്രൻ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പിൻ. 34 വാക്യം, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളിൻ. ഹല്ലേലൂയ. അത് സർവഭൂതലത്തിൽ വസിക്കുന്ന ഏവർക്കും വരും. ഇത് പറഞ്ഞിട്ടാണ് പറയുന്നത്, ഈ സംഭവിപ്പോൾ എല്ലാതും ഒഴിഞ്ഞു പോകുവാൻ നിങ്ങൾ മനുഷ്യൻ്റെ പുത്രന് മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിന്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ലൂക്കോസോട്, ഉണർന്നിരുന്നാൽ മാത്രം പോരാ, പിന്നെ നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്നാണ് ആമേൻ ഇവിടെ ലൂക്കോസ് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും എല്ലായ്പ്പോഴും നമ്മൾ പ്രാർത്ഥനാ ജീവിതമുള്ളവരായിരിക്കണമെന്ന് ഈ തരുണത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. 1 പത്രോസ് ലേഖനം 4-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ, ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല വിചാരകന്മാരായി അതിനെ അന്യോന്യം ശുശ്രൂഷിക്കണം. അപ്പോൾ നോക്കി, ഓരോരുത്തർക്ക് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി നാം എന്ത് ചെയ്യുക? അന്യോന്യം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ ഉറക്കം, ആത്മീയമായ ക്ഷീണങ്ങൾ, ആത്മീയമായ മയക്കം ഒന്നും ഉണ്ടാകുവാൻ ഇടവരാതവണ്ണം ആയിത്തീരുമെന്ന് ഈ തരുണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. യെശയ്യാവിന്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യത്തിൽ, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ. യഹോവയെ കാത്തിരിക്കുന്നതിന് അർത്ഥം അവർ ഉറങ്ങാതെ മയങ്ങാതെ എല്ലായ്പ്പോഴും പ്രാർത്ഥിച്ചും ദൈവം നൽകിയിരിക്കുന്ന ശുശ്രൂഷകളെ അത് നിറപടിയോടെ ഉത്സാഹത്തോടെ സ്വതം നാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വതം ഉറക്കങ്ങൾ വരികയില്ല. അതാണ് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. സ്തോത്രം. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെയും നടക്കുകയും ചെയ്യുമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതെല്ലാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനോട് ബന്ധപ്പെട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? നാം എല്ലായ്പ്പോഴും ഉണർന്നിരിക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ നാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് ചില പരീക്ഷകൾ നമുക്ക് നേരെ കടന്നു വന്നെന്ന് വരാം. ഹല്ലേലൂയ. അത് നമ്മുടെ കർത്താവായ യേശു തന്നെ മത്തായി 26-41 വാക്യത്തിൽ പറയുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുവാൻ പോയ സമയത്ത് ശിഷ്യന്മാർ ഉറങ്ങുന്നത് കണ്ടിട്ട് യേശു കർത്താവിനോട് പറയുന്ന പദമാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പത്രോസ്, യാക്കോബ്, യോഹന്നാനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. അതുമാത്രം കൊണ്ട് അവസാനിച്ചില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. പക്ഷേ
കർത്താവ് പറഞ്ഞ ആ വാക്കുകളെ അതിനെ അവർക്ക് ശരിയായിട്ട് അതിനെ നിലനിർത്തി കൊണ്ടുപോകുവാൻ കഴിയാതെ വണ്ണം അവർ ഉറങ്ങുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്ത് പത്രോസിനോട് ഒരു ബാല്യക്കാരെത്തി പെൺകുട്ടി ചിലരൊക്കെ ചോദിച്ചു, നീ അവനോട് കൂടെ ഉള്ളവനെന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, ഞാൻ അവനെ അറിയുന്നില്ല. പത്രോസ് ആണയിടുവാനും പ്രാകുവാനും ഒക്കെ ഇടയായി തീർന്നു എന്ന് വചനം നമ്മെ മനസ്സിലാക്കി തരികയാണ്. ആകയാൽ കാരണം എന്താണ്? കർത്താവ് മുൻകൂട്ടി പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പിൻ. ആകയാൽ ഈ നിമിഷം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നാം എല്ലായ്പ്പോഴും ഉണർന്നിരിക്കുന്നവരായിരിക്കണം. തിരുവചനങ്ങളെ വായിച്ചും പ്രാർത്ഥിച്ചും ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവീക ശുശ്രൂഷകൾ നിറപടിയായി ചെയ്തുകൊണ്ട് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി നാം കർത്താവിനെ സേവിക്കുകയാണെങ്കിൽ നമ്മുടെ ആത്മീകമായ ജീവിതത്തിൽ, നമ്മുടെ അല്പകാലമുള്ള ഐഹിക ജീവിതത്തിൽ ഒരു ആത്മീകമായ ഉറക്കം ഒന്നും നമ്മിൽ കടന്നു വരാതെ വണ്ണം നമുക്ക് ഒരു നല്ലൊരു ആത്മീയ ശക്തിയോടുകൂടി പുതുക്കം പ്രാപിച്ചുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ ഇടയായിത്തീരുമെന്ന് ഈ തരുണത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, വിശ്വസ്തനായ കർത്താവേ, ഞങ്ങൾ അറിഞ്ഞ സത്യത്തിനൊത്തവണ്ണം ഹല്ലേലൂയ ശക്തിയായി കർത്താവിന് പ്രയോജനപ്പെടുന്ന നല്ല മക്കളായിരിക്കാൻ ഞങ്ങളെ സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.